Hi friends, welcome back to our channel. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ള ചാപ്റ്റേഴ്സും അതിൻ്റെ നോട്ട്സും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലെസണിലേക്ക് കടക്കാം. യൂണിറ്റ് 3 ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്. അപ്പോൾ എന്താ പിക്ചറിൽ കൂട്ടുകാരെ പിക്ചർ ഒന്ന് നോക്കുക. കീർത്തിസ് പാരൻസ് ഗിഫ്റ്റ് ഹെർ ടോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാച്ചിങ് ദ ഗാർഡൻ. അപ്പോൾ എന്താണ് വാട്ടറിങ് ദ ഗാർഡൻ? ഗാർഡനിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഈ കീർത്തിക്ക് ഒരു സമ്മാനമായിട്ട് കീർത്തിയുടെ പാരൻസ് എന്താണ് കൊടുത്തത്? ടോഫീസാണ് കൊടുത്തത്. അതുപോലെ തേജാസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഫോൾഡിങ് ദ ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. അപ്പോൾ എന്താണ് തേജയ്ക്ക് എന്താ പാരൻസ് ഗിഫ്റ്റ് കൊടുത്തത്? വീട്ടിൽ എന്നും തുണി മടക്കുന്നതുകൊണ്ട് എന്താണ് ഗിഫ്റ്റ് കൊടുത്തത്? ഒരു സ്റ്റോറി ബുക്കാണ്. ഹാവ് യു നോട്ടീസ് ദ പിക്ചർ ഗിവൺ എബൌട്ട് വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ. അപ്പോൾ പൂന്തോട്ടം നനച്ചപ്പോൾ എന്താണ് കീർത്തിക്ക് ലഭിച്ചത്? എന്താണ് കിട്ടിയത്? ടോഫീസ്. ഹൗ ഡിഡ് തേജാസ് പാരൻസ് അപ്രിഷിയേറ്റ് ഹിം ഫോർ ഫോൾഡിങ് ക്ലോത്ത്സ്. അപ്പോൾ എന്താണ് വീട്ടിലെ തുണികൾ മടക്കിയപ്പോൾ എങ്ങനെയാണ് തേജയുടെ പാരൻസ് തേജനെ അപ്രിഷിയേറ്റ് ചെയ്തത്? എങ്ങനെയാണ്? ബൈ ഗിവിങ് ഹിം സ്റ്റോറി ബുക്ക് ആസ് ഗിഫ്റ്റ്. ഗിഫ്റ്റായിട്ട് സ്റ്റോറി ബുക്ക് നൽകിയിട്ടാണ് അപ്രിഷിയേറ്റ് ചെയ്തത്. അടുത്തത് എന്താ? ഇൻകം. ഒബ്സർവ് ദ ഇമേജസ്. അപ്പോൾ എന്താണ് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുക, ദെൻ ഒരു കടയ്ക്ക് സാധനം വാങ്ങാൻ പോയിക്കുക, പിന്നെ നമുക്ക് കുട്ടികൾ ക്യാരംസ് കളിക്കുന്നുണ്ട്, ഒരു രോഗീനെ ഡോക്ടർ നോക്കുന്നുണ്ട്, കുട്ടികൾ ചിത്രം വരയ്ക്കുന്നുണ്ട്, പിന്നെ എന്താണ് അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഈ പിക്ചറൊക്കെ ഒന്ന് നന്നായി നോക്കണം. Hope you have observed the picture of people involved in different activities which are the activities that each one involved in. അപ്പോൾ എന്താ ഓരോ ആൾക്കാർ എന്താണ് ഓരോരോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ട്രേഡ് ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, ദെൻ ക്യാരംസ് ഉണ്ട്. ഇനി എന്താ? വിച്ച് അമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി. അപ്പോൾ റിവാർഡായിട്ട് മണി പൈസ കിട്ടുന്നത് ഇതിൽ ഏതൊക്കെയാണ്? ടീച്ചിങ്ങിന്, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്, ദെൻ ട്രേഡിൽ കച്ചവടത്തിന്. ഇനി വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റൊക്കെ ജയിച്ചാൽ സമ്മാനമൊക്കെ കിട്ടുക ഇതിനൊക്കെ? ഫുട്ബോളിന്, ഡ്രോയിങ്ങിന്, ക്യാരംസിനൊക്കെ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കി നോക്കാം. Some of our actions get rewarded as some get gifts. അപ്പോൾ എന്താ? ചിലതിന് നമുക്ക് റിവാർഡ് പൈസ ഒക്കെ കിട്ടും, ചിലതിന് നമുക്ക് എന്താണ് സമ്മാനം ഗിഫ്റ്റായിട്ടാണ് കിട്ടുക. ഫോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടീച്ചിങ്, ട്രേഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ ഇൻഡിവിജ്വൽസ് റിസീവ് മണി ആസ് റിവാർഡ്. അപ്പോൾ എന്താണ്? ടീച്ചിങ്ങിനും അതുപോലെ ട്രേഡിങ്ങിനും ഹെൽത്ത് കെയറിനും ഒക്കെ ഓരോരുത്തർക്ക് എന്താണ് പൈസ കിട്ടുകയാണ് ചെയ്യുക. ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ over a period of a time as a result of engaging in various activities. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താണ് ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. എന്താണ്? ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു പേഴ്സണ് കിട്ടുന്ന മണിയാണ് ഇൻകം. അത് എങ്ങനെയാണ് കിട്ടുക? ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓരോ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു പേഴ്സണ് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഫൈൻഡ് ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിവാർഡഡ് വിത്ത് മണി. അപ്പോൾ ബാക്കി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ ബാക്കി ഒരുപാട് ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിൽ. റീഡ് ദിസ് പോം. അപ്പോൾ ഒരു പോം ഉണ്ട്, അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യനും ഉത്തരം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനും പിന്നെ അതിൻ്റെ ഉത്തരം ഒന്നാമനും രണ്ടാമനും മൂന്നാമനും നാലാമനും പറയുന്നതാണ്. NV കൃഷ്ണവാര്യരുടെ കവിതയാണ്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് വായിച്ച് നോക്കുക.
This poem, the poet hints at the various type of employment we choose after our studies. അപ്പോൾ എന്താണ് നമ്മുടെ പഠിത്തത്തിന് ശേഷം നമ്മൾ എടുക്കുന്ന ഓരോ എംപ്ലോയ്മെൻറ്റ്സിനെ, ഓരോ തൊഴിലിനെ കുറിച്ചിട്ടാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ജോബ്സ് മെൻഷൻഡ് ഇൻ ദീസ് ലൈൻസ്. അപ്പോൾ ഈ ലൈൻസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ജോബ്സ് എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ തന്നിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയാണ്? ടീച്ചിങ്, ട്രേഡ്, ആർമി. അപ്പോൾ ഈ 4 ജോബ്സിനെ കുറിച്ചിട്ടാണ് ഈ പോമിൽ പറയുന്നത്. What employments do you wish to do in the future? എന്താണ് ഫ്യൂച്ചറിൽ കൂട്ടുകാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊഴിലുകൾ, അതായത് എംപ്ലോയ്മെൻറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക. ഇനി എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. ഇറ്റ്സ് റിവാർഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ എന്താണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്? എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ. അപ്പോൾ ഒരാൾ ഫിസിക്കലി ചെയ്യുന്ന ഒരു വർക്കിനെയാണ്, ഇൻകത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ റിവാർഡായിട്ട് എന്താണ് കിട്ടുക? വേജസ് അല്ലെങ്കിൽ സാലറിയാണ് കിട്ടുക. വേജസ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് കിട്ടില്ലേ, കൂലിയായിട്ടോ അല്ലെങ്കിൽ സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളമായോ കിട്ടുക. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, ഇൻകത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? വേജസ് ആൻഡ് സാലറി. അത് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കുക. ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെൻറ്റ്സ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലത്തെ മെമ്പേഴ്സ്, കുടുംബാംഗങ്ങളുടെ ആരൊക്കെയെന്ന് വെച്ചാൽ എഴുതുക. ദെൻ അവർ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ്, അവർക്ക് എന്താ ജോലി എന്ന് വെച്ചാൽ അത് എഴുതുക. അപ്പോൾ കൂട്ടുകാരെ വീട്ടിലുള്ള ആൾക്കാരെ വേണം കൂട്ടുകാരെ എഴുതാനായിട്ട്. ഓക്കെ, സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ ഇൻകത്തിൻ്റെ ഓരോ സോഴ്സസ് ആണ്. പീപ്പിൾ അറൗണ്ട് ആസ് ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. അപ്പോൾ ഓരോരോ വിവിധ സോഴ്സസിലൂടെയാണ്, വിവിധ തരത്തിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇൻകം ഉണ്ടാക്കുന്നത്. ദേ ഗെറ്റ് ഇൻകം ഫ്രം. അപ്പോൾ അവർക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടുന്നുണ്ട്? അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, ദെൻ ബാക്കിയും കുറേ അസറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ എന്താണ്? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വരുമാനം ലഭിക്കുന്ന അധ്വാനമോ അല്ലെങ്കിൽ വസ്തുക്കളെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, എന്താണ് സോഴ്സ് ഓഫ് ഇൻകം? ഇനി അടുത്തൊരു ഡയഗ്രാമാണ്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് നോക്കാം. സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ സോഴ്സസ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ ഒന്ന് എംപ്ലോയ്മെൻറ്റ്, ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? നമ്മൾ മേലെ ഡിസ്കസ് ചെയ്ത പോലെ ബിസിനസ്, അഗ്രികൾച്ചർ, ആസറ്റ്സ്. എന്താ? ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വാരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് സോഴ്സസ് ഓഫ് ഇൻകം? ഒന്നെന്താ? അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ അതായത് കൃഷിയിൽ നിന്ന് വരുമാനം, അതായത് ഇൻകം എന്താ? വിളയാണ്. ഇനി എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിൽ, ജോലി. അപ്പോൾ അതെന്താ? അതൊന്നെങ്കിൽ കൂലിയായിട്ട് കിട്ടും അല്ലെങ്കിൽ ശമ്പളമായിട്ട് കിട്ടും, വേജസ് അല്ലെങ്കിൽ സാലറി. ഇനി എന്താ? ബിസിനസ്സാണ്. ബിസിനസ്സിൽ നമുക്ക് എന്താണ്? ലാഭമാണല്ലേ, പ്രോഫിറ്റ്. ഇനി എന്താ? ബാങ്ക് ഡെപ്പോസിറ്റാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും, അതായത് പലിശ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാം. ഇനി നെക്സ്റ്റ് എന്താ? ആസറ്റ്സ് ആണ്. ആസറ്റ് എന്താ? ഒന്നല്ലെങ്കിൽ റെൻറ്റ് അല്ലെങ്കിൽ ലീസ്, അതായത് വാടക ഒക്കെ ഇല്ലേ, അങ്ങനെ കിട്ടും. ഇനി അടുത്തത് എന്താ? സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഓഹരി നിക്ഷേപങ്ങൾ. അവിടെ എങ്ങനെയാണ്? പ്രോഫിറ്റ് ഷെയറും ഡിവിഡൻറ്റും, അതായത് ലാഭവിഹിതം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കുറേ സോഴ്സസ് ഓഫ് ഇൻകവും അതുപോലെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകവും വരുമാനവും.
ഇനി എന്താ ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാളുടെ ഇൻകം, അതുപോലെ തന്നെ ഫാമിലിയുടെ എല്ലാവരും കൂടിയുള്ള ഫാമിലിയുടെ ഇൻകവും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ആസ് ദ സോഴ്സസ് ഓഫ് ഇൻകം വിച്ച് ആർ ഡിഫറെൻറ്റ്, ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ഓൾസോ വാരീസ്. എന്താ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് അല്ലേ, ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ഇൻകം ഫ്രം മെനി സോഴ്സസ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് എന്താണ്, ഒരുപാട് സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, എ ഫാമേഴ്സ് പേഴ്സണൽ ഇൻകം ക്യാൻ ബി ഫ്രം ദ ഇൻട്രസ്റ്റ് ഇൻകേർഡ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്സ്, പ്രോഫിറ്റ് ഫ്രം അഗ്രികൾച്ചർ റിലേറ്റഡ് ബിസിനസ് എക്സെട്ര. അപ്പോൾ എന്താണ് പറയുന്നത്, ഇപ്പം ഉദാഹരണത്തിന് ഒരു ഫാമർ ആണെങ്കിൽ ആ ഫാമറിന് എന്താണ്, ഈ ബാങ്കിൽ പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. മാത്രമല്ല എങ്ങനെയാണ്, അഗ്രികൾച്ചറൊക്കെ ചെയ്തിട്ട് അതിൽ നമുക്കൊരു അഗ്രികൾച്ചറൊക്കെ ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ്, ഒരു ലാഭം നമുക്ക് കിട്ടും. അപ്പോൾ അതെന്താണ്, അത് വേറൊരു സോഴ്സസ് ഓഫ് ഇൻകം ആണ്. ദസ് a person get income through employment and other means. അപ്പോൾ എന്താണ്, തൊഴിൽ ചെയ്തിട്ടും വേറെ പ്രവർത്തനങ്ങളിലൂടെ ഒരാൾക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റും, ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് പേഴ്സണൽ ഇൻകം? എന്താണ് പേഴ്സണൽ ഇൻകം? ഈസ് ദ ടോട്ടൽ ഇൻകം, അതൊരു ടോട്ടൽ ഇൻകം ആണ്. റിസീവ് ബൈ എ പേഴ്സൺ, ഒരു പേഴ്സണ് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ്. ഇങ്ങനെ ഫ്രം വാരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ വാരിയസ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലേ, ഒരു പേഴ്സണ് കിട്ടുന്ന ഇൻകം, അതാണ് എന്ത്, പേഴ്സണൽ ഇൻകം. യു ഹാവ് ഡിസ്കസ്ഡ് യുവർ ഫാമിലീസ് വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ നമ്മുടെ ഫാമിലീസിലും എന്താണ്, ഇങ്ങനെ വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ഡിസ്കസ് ചെയ്യുക. Family income is the income received by all the members of a family during a certain period. അപ്പോൾ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇൻകമാണ്. ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇൻകത്തിനെയാണ് നമ്മൾ ടോട്ടലി ഫാമിലി ഇൻകം എന്ന് വിളിക്കുന്നത്. ഇനി എന്താ, ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ്, അതായത് വിവിധ തരം തൊഴിലുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഡോക്ടറാണ്. ദെൻ അടുത്തത് പശുവിനൊക്കെ തീറ്റ കൊടുക്കുന്ന ഒരാളാണ്. അടുത്തത് ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ദെൻ അടുത്തതിൽ ഡ്രൈവിംഗ് ആണ്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ കൃഷിയാണ്, പിന്നെ അഡ്വക്കേറ്റ് ആണ്. ഇനി ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ എബവ്, വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നമുക്ക് എന്തൊക്കെ എംപ്ലോയ്മെൻറ്റ്സ് കാണുന്നുണ്ട്? അപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്, ടീച്ചിങ് കാണുന്നുണ്ട്, ദെൻ എന്തൊക്കെയാണ്, ഫാമർ കാണുന്നുണ്ട്, എനിമൽ ഹസ്ബൻഡറി കാണുന്നുണ്ട്, ഡ്രൈവർ കാണാനുണ്ട്, ഡോക്ടർ ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കി നോക്കാം. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ പ്രൊഡക്ഷൻ, എനിമൽ ഹസ്ബൻഡറി ആൻഡ് പിസികൾച്ചർ എക്സെട്ര. Agriculture plays an important role in Indian economy. അപ്പോൾ എന്താണ്, അതായത് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സും അതുപോലെ തന്നെ എനിമൽ ഹസ്ബൻഡറിയും പിസികൾച്ചറും, അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ അഗ്രികൾച്ചർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ, അതായത് ഇന്ത്യൻ എക്കോണമി, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്, അഗ്രികൾച്ചറാണ്.
ഇനി എന്താ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അപ്പോൾ അതായത് അഗ്രികൾച്ചർ അല്ലാത്ത എംപ്ലോയ്മെൻറ്റ്സ്. ഓൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അതായത് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ പെടാത്ത ബാക്കി എല്ലാതും എന്താണ്? നോൺ കൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്, നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. അതായത് എന്താണ്? ഇൻഡസ്ട്രീസിലും ഒക്കെ ഉള്ള എംപ്ലോയ്മെൻറ്റ്സും ഒക്കെ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ഇൻക്ലൂഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ് നിർമ്മാണം, അതുപോലെ കൺസ്ട്രക്ഷൻ, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ, വർക്ക് ഇൻ ദ ഫാക്ടറി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. എന്താണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിനും ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ എന്തൊക്കെ എഴുതാം? കൾട്ടിവേഷൻ ഓഫ് റൈസ് എഴുതാം, പിസികൾച്ചർ എഴുതാം, പോൾട്രി ഫാമിംഗ് എഴുതാം, ഫ്ലോറികൾച്ചർ എഴുതാം, എപ്പികൾച്ചർ ഒക്കെ എഴുതാനായിട്ട് പറ്റും. ഈ നോൺ അഗ്രികൾച്ചർ ആണെങ്കിലോ അഗ്രികൾച്ചറിൽ പെടാത്ത ബാക്കിയെല്ലാം നമുക്ക് എഴുതാം. ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ടീച്ചിങ്, എഞ്ചിനീയർ, ഡോക്ടർ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. അടുത്തത് എന്താ? സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് സ്വയം തൊഴിലാണ്. നോക്കിയാക്കാം. സിബീസ് പാരൻസ് റൺ ആ പിക്കിൾ യൂണിറ്റ് കോൾ സ്റ്റാർ പിക്കിൾസ്. അപ്പോൾ സിബിയുടെ പാരൻസ് എന്താണ്? ഒരു പിക്കിൾ, ഒരു അച്ചാർ കട ഉണ്ട് അവർക്ക്. എന്താണ്? സ്റ്റാർ പിക്കിൾസ് എന്നാണ് അതിൻ്റെ പേര്. ദേ സ്റ്റാർട്ടഡ് ദിസ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ എ സിറ്റുവേഷൻ where there was no employment of their own, and now it is moving ahead profitably. Around 10 families are getting employment through this initiative, apart from being a source of income for Sibi's family. അപ്പോൾ എന്താണ്? സ്വന്തമായിട്ട് ഇവർക്ക് തൊഴിലൊന്നും ഇല്ലാത്ത സമയത്ത് സർക്കാരിൻ്റെ എന്താണ് സഹായത്തോട് കൂടിയിട്ട് ഒരു സംരംഭം ഇവർ തുടങ്ങി. അതാണ് ഈ സ്റ്റാർ പിക്കിൾസ്. അപ്പോൾ ഇപ്പോൾ എന്താണ്? വളരെയധികം ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സിബിയുടെ കുടുംബത്തിന് അതൊരു വരുമാന മാർഗമാണ്. മാത്രമല്ല ഒരു 10ഓളം കുടുംബങ്ങൾക്ക് ഇവർ ജോലിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇതെന്താണ്? ഈ സ്റ്റാർ പിക്കിൾസ് ഒരു വരുമാന മാർഗമാണ്. Have you read the note? Have you noticed such ventures that run by individuals and groups? അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? നമുക്ക് നോക്കി നോക്കാം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് ഏർണിംഗ് എ livelihood through independent income activity without being under the control of an employer. എന്താണ്? ആരെയും ആരും നമ്മളെ കൺട്രോൾ ചെയ്യാണ്ട്, അതായത് നമുക്കൊരു ഉടമയോ അതായത് മുതലാളിമാരോ ഒന്നും ഇല്ല എന്ന് പറയില്ല, അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യുക. സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന സംരംഭത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വയം തൊഴിൽ അഥവാ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാരി ഔട്ട് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി. അപ്പോൾ എന്താണ്? അവർക്ക് അവരുടേതായ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു എംപ്ലോയിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവർക്കും ഉണ്ടാവും. ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഇൻഡിവിജ്വൽസ് മോസ്റ്റ്ലി മാനേജ് ദെയർ എൻ്റർപ്രൈസസ് അലോൺ. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ എന്താണ്? ആ സെൽഫായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് സ്വന്തം ഒരാൾ തന്നെ നോക്കുകയാണ് ചെയ്യുക. സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രനേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദ ഇൻകം ഡിറൈവ് ഫ്രം ഇറ്റ്. ഡോണ്ട് യു സീ ഗ്രോസറി ഷോപ്സ്, ടൈലറിംഗ് ഷോപ്സ്, ബേക്കറീസ് എക്സെട്ര റൺ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഇൻ യുവർ ഏരിയ? ദർ ആർ എക്സാമ്പിൾസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സ്. ഫൈൻഡ് ഔട്ട് സം അതർ എക്സാമ്പിൾസ് ആസ് വെൽ. അപ്പോൾ ഇങ്ങനെ സ്വയം തൊഴിലിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? ഗ്രോസറി ഷോപ്പും ടൈലറിംഗ് ഷോപ്പും ബേക്കറീസും ഒക്കെ. സാധാരണയായിട്ട് ഒരാളാണ് അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. പക്ഷെ ചിലയിടത്ത് കുറേ ആൾക്കാരായിട്ട് നോക്കും. അപ്പോൾ ഇതൊക്കെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്.
ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് ജോബ് ദ റിലേറ്റഡ് ടു. അപ്പോൾ ആദ്യത്തെ എന്താ ടൈലറിങ് ആണ്, ദെൻ രണ്ടാമത്തെ എന്താ ബാഗ് നിർമ്മാണം, അതായത് ബാഗ് മേക്കിംഗ് ആണ്, ദെൻ ഫോട്ടോസ്റ്റാറ്റ് ആണ്, ദെൻ പിക്കിൾ മേക്കിംഗ് ആണ്. റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം വരുമാനം നമുക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വർക്ക് ലൈഫ് ബാലൻസ് ആണ്, ദെൻ കൺട്രോൾ ആൻഡ് ഇൻഡിപെൻഡൻസ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീം ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഒരുപാട് പദ്ധതികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതികളുടെ ഉദാഹരണമൊക്കെയാണ് എന്ത്, നവജീവൻ പ്രോജക്റ്റ്, ദെൻ കൈവല്യ ശരണ്യ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്കീംസ്. അപ്പോൾ നവജീവൻ പ്രോജക്റ്റ് എന്താ, സീനിയർ സിറ്റിസൻസ്, ദെൻ കൈവല്യ പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ്, ശരണ്യ ആർക്കാണ്, വനിതകൾക്ക്, വിമൻ. ഓക്കെ, given below are the experiences of some people who have achieved ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അടുത്തത്? സ്നാക്ക് മാനുഫാക്ചറിങ് സ്റ്റാർട്ടഡ് ഇൻ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് എ ഹൗസ്. അപ്പോൾ എന്താണ് പറയുന്നത്, ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം. അപ്പോൾ ചായ്പ് എന്ന് പറഞ്ഞാൽ ഹൗസിൻ്റെ ഒരു ഷെഡാണ്. അപ്പോൾ അവിടെ തുടങ്ങിയിട്ടുള്ള ഒരു സ്നാക്ക് മാനുഫാക്ചറിങ്, അതായത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് വായിച്ചു നോക്കാം. അനു ബോൺ ഇൻ എ ഫാമിലി ഓഫ് ഫാമേഴ്സ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് സ്റ്റാർട്ടഡ് ഹെർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചർ അറ്റ് ഹെർ ഓൺ ഹോം. അപ്പോൾ എന്താണ്, മലപ്പുറം ജില്ലയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള അനു എന്ന് പറയുന്ന കുട്ടി എന്താ സ്വന്തം വീട്ടിലാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. ഷി മെയ്ഡ് നെസസറി ഫെസിലിറ്റീസ് ഇൻ ദ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് ഹെർ ഹൗസ് ആൻഡ് മെയ്ഡ് എ സോൾ കോമൺ സ്നാക്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിറ്റു. അപ്പോൾ കോമൺ ആയിട്ടുള്ള സാധാരണയുള്ള പലഹാരങ്ങളാണ് വിറ്റത്. ഗ്രാജുവലി ദി ഡിമാൻഡ് ഫോർ ഹെർ പ്രോഡക്ട്സ് ഇൻക്രീസ്ഡ്. അപ്പോൾ എന്താണ്, ക്രമേണ എന്തായി, ആ പ്രോഡക്റ്റിന് ആവശ്യക്കാർ കൂടി വന്നു. അറ്റ് പ്രസൻറ്റ് അബൌട്ട് 16 ടൈപ്സ് ഓഫ് സ്നാക്സ് ആർ മാനുഫാക്ചർഡ് ആൻഡ് സോൾഡ് ഹിയർ. അപ്പോൾ ഇപ്പോൾ എന്താ 60ഓളം പലഹാരങ്ങൾ, 60ഓളം ടൈപ്സ് ഇനങ്ങൾ വരുന്ന 60ഓളം ഇനം പലഹാരങ്ങൾ ഇപ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. Her business has scaled to almost 11 crores rupees a year now. ഇപ്പോൾ എന്താണ്, വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് ഇപ്പോൾ ആ അനു എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഹോം മേക്കർ ഏർണിങ്സ് 50,000 പെർ മന്ത്. അതായത് പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന ഒരു വീട്ടമ്മ. അപ്പോൾ നമുക്ക് നോക്കിയാക്കാം. സജിത ഈസ് എ സക്സസ്ഫുൾ എൻ്റർപ്രണർ ഹു converted her hobby of painting to a profit making business. അപ്പോൾ സജിത എന്ന് പറയുന്ന വീട്ടമ്മയുടെ ഒരു ഹോബി ആയിരുന്നു പെയിൻറ്റിങ്. ആ പെയിൻറ്റിങ് ഒരു ലാഭകരമായ ബിസിനസ്സിലേക്ക് മാറ്റിയ കഥയാണ്. ഹർ ബിസിനസ് ഈസ് ഫാബ്രിക് പെയിൻറ്റിങ്. അപ്പോൾ എന്താണ്, ഫാബ്രിക് പെയിൻറ്റിങ് ആണ് ബിസിനസ്. ഷി ബ്യൂട്ടിഫുള്ളി പെയിൻറ്റ്സ് ഓൺ സാരീസ്, ഷർട്ട്സ്, ചുരിദാർസ് ആൻഡ് ചിൽഡ്രൻസ് വിയർ. അപ്പോൾ എന്താണ്, ഈ സാരിയിലും അതുപോലെ ഷർട്ട്സിലും ചുരിദാർസിലും ഒക്കെ നന്നായിട്ട് ഈ വീട്ടമ്മ പെയിൻറ്റ് ചെയ്യും. ഷീ സക്സസ്ഫുള്ളി developed fabric painting from a hobby into a business. എന്നിട്ട് ഈ ഫാബ്രിക് പെയിൻറ്റിങ് എന്ന് പറയുന്ന ഹോബിയെ ഒരു ബിസിനസ്സാക്കി വികസിപ്പിച്ചു. കറൻറ്റ്ലി ഷീ ഏൺസ് 50,000 rupees per month. അപ്പോൾ ഇപ്പോൾ പ്രതിമാസം 50,000 രൂപ വരെ സമ്പാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്.
Have we noticed the examples given above? If you have confidence and the will to work, you can engage in various employments and achieve success in life. അപ്പോൾ നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തൊഴിലുകളൊക്കെ ചെയ്തിട്ട് വിജയിക്കാമെന്നാണ് പറയുന്നത്. എവറി എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്ലോറി. എല്ലാ തൊഴിലിനും അതിൻ്റേതായ ഗ്ലോറി എന്ന് പറഞ്ഞാൽ മഹത്വമുണ്ട്. അപ്പോൾ ഒരു തൊഴിലും വലുതും ചെറുതും അല്ല, എല്ലാത്തിനും അതിൻ്റേതായ മഹത്വമുണ്ട്. എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ചൂസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദെയർ ചോയ്സ് അക്കോർഡിംഗ് ടു ദെയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഓരോരുത്തരുടെ പഠിപ്പും ഓരോരുത്തരുടെ കഴിവും ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കാനുള്ള റൈറ്റ് ഓരോരുത്തർക്കും ഉണ്ട്. എംപ്ലോയ്മെൻറ്റ് plays an important role in determining the socio-economic progress of a country. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച, അതായത് സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്സിന് ഈ എംപ്ലോയ്മെൻറ്റ്സ് തൊഴിലുകൾ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ബാക്കി ആക്ടിവിറ്റീസും എല്ലാം നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.